കുട്ടിക്കഥ 18. കുരങ്ങനും മുതലയും. പണ്ടൊരിക്കൽ ഒരു നദിക്കരയിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അവനായിരുന്നു കുട്ടൻ. അവൻ താമസിച്ചിരുന്നത് ഒരു വലിയ ആപ്പിൾ മരത്തിലായിരുന്നു. ഒരു ദിവസം ഒരു മുതല വിശപ്പോട് നദിയിൽ നീന്തി വരികയായിരുന്നു. കുരങ്ങ, ഇന്നൊന്നും തിന്നിട്ടില്ല, ഈ അമ്മയ്ക്ക് ഒരു പഴം തരാമോ? അത് കേട്ടതും കുട്ടൻ പഴുത്തു നിന്നിരുന്ന ആപ്പിൾ മുതലയ്ക്ക് കൊടുത്തു. അന്നു മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി. പക്ഷേ ഒരു ദിവസം മുതലമ്മയുടെ ഭർത്താവ് ഒരു പ്രശ്നമുണ്ടാക്കി. എനിക്കവന്റെ ഹൃദയം തിന്നണം, അത് വളരെ രുചിയുള്ളതായിരിക്കും. അത് കേട്ടതും മുതലമ്മ ആകെ വിഷമിച്ചു. തന്റെ ഭർത്താവിനെ പേടിച്ച് അവൾ അത് സമ്മതിച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതലമ്മ കുട്ടനോട് കാര്യം പറഞ്ഞു. തന്റെ വീട്ടിൽ നാളെ ഒരു വിരുന്നുണ്ടെന്നും തന്റെ ഭർത്താവ് കുട്ടനെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അവൾ കുട്ടനോട് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തിൽ കുട്ടൻ മുതലമ്മയുടെ കൂടെ പിറ്റേന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ നദിയിൽ കൂടി നീങ്ങി. അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുതലമ്മ കുട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് കുട്ടൻ ഞെട്ടിയെങ്കിലും ഭയപ്പെട്ടില്ല. കുട്ടൻ മുതലമ്മയോട് പറഞ്ഞു, അയ്യോ, ഞങ്ങൾ കുരങ്ങന്മാർ ഹൃദയം മരത്തിലാണ് തൂക്കി വെക്കാറ്, അതവിടെ കാണും, വരൂ നമുക്ക് പോയി എടുത്തിട്ട് വരാം. അത് കേട്ടതും മുതലമ്മ വേഗം തന്നെ കുരങ്ങനെ മരത്തിലെത്തിച്ചു. അവിടെ എത്തിയതും കുരങ്ങൻ വേഗം തന്നെ മരത്തിലേക്ക് ചാടി. കുട്ടൻ മുതലമ്മയോട് പറഞ്ഞു, ആരെങ്കിലും ഹൃദയം മരത്തിൽ വെക്കുമോ? ചെന്ന് നിന്റെ ഭർത്താവിനോട് പറയൂ, എന്റെ ബുദ്ധിയെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. മുതലമ്മ സങ്കടത്തോടെ മടങ്ങി. ഈ കാര്യങ്ങളെല്ലാം കേട്ട് മുതലയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവൻ ഓരിയിട്ടു. എന്നാലോ നമ്മുടെ കുട്ടൻ സുഖമായി വിശ്രമിച്ച് തന്റെ കൂട്ടുകാരുമൊത്ത് കളിച്ചു. എന്നാലും ഇടയ്ക്കൊക്കെ മുതലമ്മ കുട്ടനെ കാണാൻ വരും. പക്ഷേ കുട്ടൻ അവരെ ശ്രദ്ധിച്ചു പോലുമില്ല. കുട്ടൻ തന്റെ സന്തോഷത്തിൽ മുഴുകി ജീവിച്ചു. കൂട്ടുകാരെ, പ്രശ്നങ്ങളിൽ വീഴുമ്പോൾ ധൈര്യം മാത്രം പോരാ, ബുദ്ധിയോടെ ചിന്തിക്കണം. കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബായ് കൂട്ടുകാരെ.